നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 21 തീയതി 1200 ആണ്ട് കർക്കടക മാസം 5 തീയതി തിങ്കളാഴ്ച. ഇന്ന് രോഹിണി നക്ഷത്രമാണ്. രോഹിണിയും തിങ്കളാഴ്ചയായിട്ട് വളരെ ബന്ധമുണ്ട്. രോഹിണി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ 27 ദക്ഷപ്രജാപതിയുടെ 27 മക്കളാണ്, 27 നക്ഷത്രങ്ങൾ. 27 പേരെയും കല്യാണം കഴിച്ചത് ചന്ദ്രനാണ്. എങ്കിലും ചന്ദ്രൻ പെണ്ണ് കാണാൻ പോയതും ചന്ദ്രന് ഇഷ്ടപ്പെട്ടതും രോഹിണിയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസം രോഹിണി ഇന്ന് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് വിശേഷത്തിൽ വിശേഷമായിട്ടുള്ള ദിവസമാണ്. അങ്ങനെ തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും കൂടി ഒത്ത് വരാറില്ല, അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. ചിലപ്പോൾ 2, 3, 4 മാസം എടുക്കുമ്പോൾ മാത്രമേ ഒരു ദിവസം അങ്ങനെ വരികയുള്ളൂ. നമുക്ക് തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ദിവസമാണ്. ഒരു കാര്യങ്ങളിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ദിവസമല്ല. എന്ത് കാര്യത്തിനും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. കാരണം സന്തോഷവാനാണ് ചന്ദ്രൻ. അത് ഏറെ സന്തോഷവതിയാണ് നക്ഷത്രമായ രോഹിണി. അതുപോലെ അതിനേക്കാൾ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ്. കർക്കിടക മാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറേ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. കുറച്ച് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ജോലി ഇല്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല വീട് വയ്ക്കാൻ പറ്റും. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് എല്ലാം കൊള്ളാം. അതുപോലെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, വിദേശത്ത് പഠിക്കാൻ പോവാനാവട്ടെ, അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്കാവട്ടെ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്കാവട്ടെ, നിങ്ങൾക്ക് കുടുംബസമേതം വിദേശത്ത് വസിക്കാനാവട്ടെ, ഒക്കെ അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. കാരണം ചന്ദ്രനും രോഹിണിയും ഒത്തു വന്നിരിക്കുന്ന ഒരു വർഷമാണ്. വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഈ വർഷത്തെ വിനിയോഗിക്കണം. എന്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതിന് ഇറങ്ങണം. കാരണം സമയം നമുക്ക് അനുകൂലമുള്ള സമയത്ത് നമ്മൾ ഇറങ്ങിയാൽ അത് വിജയിക്കും. സമയം പ്രതികൂലമാണെങ്കിൽ നമ്മൾ എത്ര കണ്ട് പ്രയത്നിച്ചാലും നമുക്ക് റിസൾട്ട് വിപരീതമാവും. അതുകൊണ്ട് ഇറങ്ങണം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 7:50 തൊട്ട് രാവുകാലം ആരംഭിക്കുകയുള്ളൂ. 9:23 വരെ രാവുകാല സമയമുണ്ട്. 7 തൊട്ട് 9 വരെ ഇട്ടിട്ടുണ്ട്. 7:30 തുടങ്ങൂല, 7:50 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ 9:23 ആയാലേ രാവുകാലം തീരുള്ളൂ. അത് നോക്കി വേണം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ. അതുപോലെ ഇന്നും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും നമ്മൾ വളരെ ശ്രദ്ധയിൽ വയ്ക്കണം. ഗുളികകാല സമയം വരുന്നത് 2:05 തൊട്ട് 3:38 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 10:57 തൊട്ട് 12:21 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 10:57 തൊട്ട് 12:31 വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് നല്ല ദിവസമാണ്, നല്ല സമയമാണ്. അതിലേറെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിനും പ്രാധാന്യമുണ്ട്. അല്ലാത്ത കൊള്ളാത്ത ദിവസം പോലും അഭിജിത്ത് മുഹൂർത്തം കൊള്ളാം. അപ്പോൾ കൊള്ളാവുന്ന ദിവസമാകുമ്പോഴോ അത്രയും സന്തോഷപ്രദമായ മുഹൂർത്തമാണ്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:07 തൊട്ട് 12:55 വരെ ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് നേരം ശുഭപ്രദമായ സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ
ഇന്ന് സന്തോഷപ്രദമായ ദിവസമാണ്. വസ്ത്രവും കൂടി ഒന്ന് പോസിറ്റീവ് എനർജി കൂട്ടത്തക്ക രീതിയിലുള്ള വസ്ത്രം, അതായത് വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.